ഹായ് ഹലോ, ഇന്നൊരു അൺറെഡി വിത്ത് മീ കാണാം നമുക്ക്. ഓക്കെ, ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത് റംസാനിന് ദുബായി പോയപ്പം ആളുടെ അടുത്ത് പോയപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് മിനിമൽ മേക്കപ്പ് ലുക്ക് ചെയ്തതാണിത്. അപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പുറത്തെല്ലാം പോയി ഒന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അൺറെഡി ആവുകയാണ്. കുറഞ്ഞതൊരു 7-8 മണിക്കൂറായി കാണും കേട്ടോ ഈ ഒരു മേക്കപ്പ് ഇട്ടിട്ട്. കാര്യം ഒരു 3-4 o'clock ആയപ്പം റെഡി ആയതാണ്. അപ്പോൾ ഇത്രയും നേരം നല്ല ഈ മേക്കപ്പ് ലുക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസിനായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മേക്കപ്പ് വീഡിയോസ്, ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസൊക്കെ, സ്കിൻ കെയർ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി ഫുൾ ഡ്രസ്സ് മാറി ഹെയർ ഒന്ന് പോണിറ്റെയിൽ ഒന്ന് കെട്ടിവെച്ചു. എന്നിട്ട് ഒരു ക്ലെൻസറും ഉണ്ട്, ഫേസ് ഫുൾ ഒരു ഓയിൽ ക്ലെൻസറാണ്. അടിപൊളി ക്ലെൻസറാണ് കേട്ടോ. ഞാൻ കൊണ്ടുപോയതിൽ എനിക്ക് രണ്ട് ക്ലെൻസറേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ 2 ക്ലെൻസറും എനിക്ക് നല്ല എഫക്റ്റ്. ഞാൻ ഒരു സൈഡ് ഫുൾ അപ്ലൈ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഫൗണ്ടേഷനും കാജലും ഒക്കെ ഫൗണ്ടേഷൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ലൊരു ഫേസിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് ഈ ഫേസിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഉറങ്ങാൻ പാടില്ല. കാരണം പിമ്പിൾസൊക്കെ വരാൻ അത് തന്നെ ഒരുപാട് കാരണമാവും. അതേപോലെ പിഗ്മെൻറ്റേഷനൊക്കെ വരാൻ ഞാൻ ഫേസ് ഫുള്ള് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഓയിൽ ക്ലെൻസറാണിത്. ഇത് ഏത് സ്കിൻ ടൈപ്പിനായാലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എനിക്കിത് ഈ ഒരു ക്ലെൻസറല്ല മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് ഒരുപാട് ആക്നീസ് ഒന്നും വന്നിട്ടില്ല. ഫേസിന് നല്ലൊരു ഹൈഡ്രേഷൻ ബ്രൈറ്റ്നസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് നമ്മൾ ഫേസ് ചെയ്യുന്നത് മേക്കപ്പ് ഫുള്ള് പോസ് ചെയ്യുന്നൊക്കെ നല്ലോണം എടുക്കുന്നുണ്ട്. അത് വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ ആദ്യം ഒരു റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓഫറുള്ള ടൈമിൽ നിങ്ങൾ വാങ്ങിക്കുക. ഈ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്തവർ നിങ്ങൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റൊന്നും എനിക്ക് ഒരുപാട് ഡാമേജ് ഒന്നും എൻ്റെ ഫേസിലായാലും ഹെയർ ലൈനും തന്നിട്ടില്ല. നല്ലൊരു റിസൾട്ടാണ് എനിക്കത്. പക്ഷേ നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് യൂസ് ചെയ്യുക. കുറച്ച് പ്രോഡക്റ്റൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്നതായിരിക്കും, കണ്ടിന്യൂസ് കാണുന്ന പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് പ്രത്യേകം അറിയണമെങ്കിൽ അതും ഒന്ന് പറയാട്ടെ, ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ അറിയണമെങ്കിൽ ഒന്ന് പറയാം. എൻ്റെ ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. സംടൈംസ് നോർമൽ സ്കിന്നാവും ആവാറുണ്ട്. സംടൈംസ് എനിക്ക് ഏത് ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് എൻ്റെ സ്കിന്നും എൻ്റെ ഫേസിലെ സ്കിൻ ടൈപ്പ് മാറും. ഞാൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ടോണർ അപ്ലൈ ചെയ്തിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്തായിരുന്നു. സ്ലീപ്പിംഗ് മാസ്കാണ്. കാരണം നമ്മൾ കിടക്കാൻ കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോകുന്നതാണ് സ്കിൻ കെയർ അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ഹെവി ആയിട്ട് മേക്കപ്പ് ഇട്ട് പുറത്തൊക്കെ പോയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇച്ചിരി നല്ലോണം ഹൈഡ്രേഷൻ ചെയ്യുന്നുണ്ട്. ലിപ് ബാം സ്ലീപ്പിംഗ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു വിറ്റമിൻ സി സിറമാണ് അപ്ലൈ ചെയ്തത്. ഫോക്സിലെ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല തിക്ക് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത്. അത് അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഫുൾ ഒന്ന് സെറ്റാൻ വിട്ടിട്ട് നെക്സ്റ്റ് ഞാൻ ഹെയറിലോട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഹെയർ ഓപ്പൺ ചെയ്താണ് ഫോട്ടോസ് എടുത്തതും ഇച്ചിരി കുറച്ച് സ്പ്രേസൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ബെഡ് ടൈം ആവുന്ന സമയത്ത് നൈറ്റിൽ മിക്കവാറും ചെയ്യുന്ന ഒരു ഹെയർ കെയർ റൊട്ടീനാണ്. ഇങ്ങനെ ഹെയർ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഹെയർ ഫോളും കുറഞ്ഞത്, എൻ്റെ ഹെയറിന് അത്യാവശ്യം ലെങ്ത്ത് വരാൻ തുടങ്ങിയതും ഒരു നല്ലൊരു ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റിയത്. അത് ഒരു വുഡൻ കോംബ് കൊണ്ട് നല്ലോണം ഒന്ന് കോംബ് ചെയ്യാം. ഏത് കോമ്പായാലും കുഴപ്പമില്ല. ഈ ഒരു സ്കാൽപ്പ് സിറം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ആൻറ്റി ഹെയർ ഫോൾ സിറമാണ്. ഇത് സ്പ്രേ ചെയ്യുന്ന ടൈപ്പ്, വിഷ് കെയറിൻ്റെ കൂടെ സ്പ്രേ ചെയ്യുന്ന ടൈപ്പ്. ഇതിൽ ന്യൂ ലോഞ്ച് ആയിരുന്നു. ഇതും ഞാൻ കൊണ്ടുപോയി. ഇതിൻ്റെ 2 ടൈപ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഓഫർ ടൈമിലാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ ഞാൻ വാങ്ങിക്കുന്നത്. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഓഫർ അത്യാവശ്യം പോകും. അങ്ങനെ ബൈ 1 get 1 സമയത്ത് വാങ്ങിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, ഇതിൻ്റെയൊക്കെ റിവ്യൂ, പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കുന്നത്, എനിക്കെങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്തെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോസ് അതിൻ്റെയൊക്കെ ലിങ്കും വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ലോണം അപ്ലൈ ചെയ്യുക. സ്കാൽപ്പ് ഫുള്ള് ഞാൻ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മസാജ് ചെയ്ത് ആ ഒരു സിറം നമ്മുടെ കാരണം സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വാഷ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് രാവിലെ അതിൻ്റെ കഴുകിക്കളയോ ഒന്നും വേണ്ട. നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. ഹെയറിന് അങ്ങനെ ഒരുപാട് സ്റ്റിക്കിനെസ്സോ ഡ്രൈനെസ്സോ ഒന്നും വരത്തില്ല. നല്ലൊരു
നല്ലൊരു എന്താ പറയുക പ്രൊട്ടക്ഷൻ തരും. എന്നിട്ട് അതൊന്ന് നല്ലോണം അപ്ലൈ ചെയ്തിട്ട് ഒരു സ്കാൽപ്പ് മസാജറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് കോമ്പൗണ്ട് തന്നെ നല്ലോണം ഇരുന്നുണ്ട്. ഒരു മുടി പോലും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പൊഴിഞ്ഞു പോയിട്ടില്ല, ഉള്ള മുടി ഉള്ളതുപോലെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് ഹെയർ ലെങ്ത്തിൽ ഞാൻ ഈ ഒരു ക്രീമാണ് ലോറിയൽ പാരീസിൻ്റെ ന്യൂ റേഞ്ച് ആയിട്ടുള്ള ഈ ഒരു ക്രീമും പ്ലസ് സിറം, കാരണം ഇത്തിരി ഡ്രൈനെസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ആപ്പ് ഗുഡ്നെസ്സിൻ്റെ ആ ഒരു സിറമും കൂടെ മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. സംടൈംസ് ഞാൻ അങ്ങനെ ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ കൂട്ടും അപ്ലൈ ചെയ്യും, ഇല്ലെങ്കിൽ ആ ഒരു ക്രീം മാത്രമായിട്ട് അപ്ലൈ ചെയ്യും. നൈറ്റ് ക്രീമാണ് ഹെയറിന് നൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട. ഫ്രിസിനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും, നല്ലൊരു ഷൈനിങ്ങും ഒരു എന്താ പറയുക ഒരുപാട് ഡ്രൈ ആകുന്നതിനോട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ. നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. ഞാനത് മിഡ് ലെങ്ത് ടു ടിപ്പ് വരെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പിലോ റൂട്ടിലോ ആ ക്രീം അപ്ലൈ ചെയ്യാൻ പാടില്ല. ലെങ്ത്തിന് സിറംസൊക്കെ ലെങ്ത്തിനുള്ളതാണെങ്കിൽ ലെങ്ത്തിന് തന്നെ അപ്ലൈ ചെയ്യുക, സ്കാൽപ്പിനുള്ളത് സ്കാൽപ്പിന് തന്നെ അപ്ലൈ ചെയ്യുക. ഞാനപ്പോൾ അത് രണ്ടും നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെൻസിൽ ഇച്ചിരി ചെറിയ ഡ്രൈനെസ് തോന്നുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു അടിപൊളി ക്രീമാണ്, നൈറ്റ് ഫാൾ ക്രീമാണ് സംഭവം. അടിപൊളിയായിട്ട് എനിക്ക് തന്നിട്ട് ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഫ്രിസിനെസ് തന്നിട്ടില്ല. ഹെയർ ഒരുപാട് പൊട്ടിപ്പോയി അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ ഒന്ന് നല്ലോണം അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഞാനൊന്ന് കെട്ടിവെക്കും. അപ്പോഴത്തേക്ക് എൻ്റെ പിള്ളേരെ ഒന്ന് സെറ്റാക്കിയിട്ട് അവരെ ഒന്ന് കിടക്കാനൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ TV ഒക്കെ ഒന്ന് ഓക്കെ ആക്കി വെച്ചിട്ടാണ് എൻ്റെ